ഇത് നമുക്ക് റംസാനിലൊന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു മുതിര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പാലില്ലെങ്കിൽ എന്താ ചെയ്യുക, ലേശം പാൽപ്പൊടി ഇതേപോലെ വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിനെ കട്ട കൊണ്ട് ഒഴിവാക്കാൻ മതി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പം ഒരു ചെറിയൊരു ചെറുതല്ല, അത്യാവശ്യം വലിയൊരു പാത്രം എടുത്തിട്ട് ഗ്യാസ് അടുപ്പം വെച്ചിക്കണേ. അത് മിക്സ് ചെയ്ത പാൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സേമിയ പൊടിച്ചിട്ട് ഇടാം കേട്ടോ. നോമ്പുകാലാകുമ്പോൾ ചില വീടുകളൊക്കെ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇത് നിർബന്ധമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കഴിക്കില്ല അത്. ഞാൻ അതിലുള്ള അണ്ടി മുന്തിരി മാത്രമേ എടുക്കുള്ളൂ. സാധനം അടിപൊളി ടേസ്റ്റാണ്. മിക്ക വീടുകളിലും ഇത് ഉണ്ടാവും, നിർബന്ധമായിട്ടുണ്ടാവും. ചില വീടുകളിലൊക്കെ ആയിട്ട് നോമ്പ് കാലത്ത് ഇത് മസ്റ്റാണ്. അണ്ടി മുന്തിരി കേട്ടോ. എന്താണ് പീവാത്ത? നോക്കുമ്പോ കരിയുണ്ട് ഇവിടെ. പിന്നെ ഏലക്കായ ഇട്ട് കൊടുക്കട്ടോ. പിന്നെ മധുരം, ആവശ്യത്തിന് മധുരം. പിന്നെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ, മധുരം ബാലൻസ് ചെയ്യാനുള്ള നുള്ളുപ്പ്. പിന്നെ തരിയും വേണം കേട്ടോ, കുറച്ച് തരിയും. തരിയല്ല തറവാണ്. അവള് കൂട്ടാത്തതൊക്കെ എന്താ? റവ. ഇത് എല്ലാതും കൂടെയാണ് മിക്സ് ചെയ്യുക നല്ല. അത് പിന്നെ ഇത് കുറുകി വരുന്ന വരെ അത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീവാത്തോ എന്താ? പഞ്ചസാര എടുക്കണോ കേട്ടാ, പഞ്ചസാര എടുക്കണോക്കാ. ബീവാത്തോ ചേർക്കട്ടെ, ഞാൻ ചോറ്. അപ്പോൾ സാധനം റെഡി ആയിക്കണം കേട്ടോ. ഇത് ക്ലാസ്സിക്ക് പറന്ന് കുടിക്കാൻ തന്നെ ഉള്ളൂ. കയ്യിലെടുത്താൽ ഒരു ഫോട്ടോ കയ്യിലെടുത്താൽ. അപ്പം തണ്ണിമത്തനുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെ സ്പെഷ്യൽ തന്നെ ഉള്ളൂ. തണ്ണിമത്തൻ, ചിക്കൻ കറി, പത്തിരി,
പത്തിരി പിന്നെ ചോറാണുള്ളൂ കേട്ടോ. അത്താഴത്തിനുള്ള ചോറാണ്.